വേറെ എന്താ പണി ചായ ഉച്ചയ്ക്ക് ഊണിനുണ്ടാവോ? ഇന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി റബ്ബർ കർഷകരുടെ കളക്ടറേറ്റ് മാർച്ചുണ്ട്. എന്റെ ആങ്ങളെ ക്ലീറ്റസ് നേതാവ് പങ്കെടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല കാര്യല്ലേ? അല്ല ശരിക്കും നിങ്ങൾ ഒത്തൊരുമയോട് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരുന്നു. രസമാണ്, പക്ഷെ അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ നാട്ടിൽ എന്ന് കാലുകുത്തി അന്ന് തുടങ്ങി എന്റെ തലവേദന. ഞാനിപ്പോ ഏതാണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പോലെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് തോന്നണല്ലേ, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കണം, അവർക്കും അത് തന്നെയാ തോന്നണേ. അതെ അതെ, നിന്റെ എല്ലാ തോന്നലും നേരെയാണോന്നില്ല കേട്ടോ, സത്യമാണോന്നില്ല. ഈ കണക്കിന് ഇച്ചായൻ ഇങ്ങനെയാണ് അവനോട് കാണിക്കണമെങ്കിൽ അവര് ഇവിടെ അധികം കാലമൊന്നും ഉണ്ടാവില്ല, അവരവരുടെ പാട്ടിന് പോകും. അത് തന്നെ എന്റെ ആഗ്രഹം. ആഹാ, എന്തിനാ ഏതിനും അതെ. ഇച്ചായൻ ഒന്ന് പറഞ്ഞ് രണ്ടാമക്കിന അവനെ കുറ്റം പറയും. പപ്പാ, മമ്മി പറഞ്ഞാലും കാര്യമുണ്ട്. എന്താ കാര്യം? ഏത് നേരം അവരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്. പിന്നെ നമ്മൾ അടവൊന്ന് മാറ്റി പിടിക്കണം. എന്താണോ മാറ്റി പിടിക്കാൻ? സ്നേഹിക്കണം. ഓ, നിന്റെ പുതിയൊരു ഐഡിയ ഓടെ ഇറക്കാം. പപ്പ അതല്ല പപ്പ, അതായത് സ്നേഹിക്കണം. ആര്? ക്ലീറ്റോസ് അങ്കിളിനെ. നീ കാര്യം എന്താ വെച്ചാ പറ, ഒന്ന് കേക്കട്ടെ. എന്താ? അതായത് അടവൊന്ന് മാറ്റി പിടിക്കണം. എങ്ങനെ? ശരിക്കും അവരെ ഒന്ന് സ്നേഹിച്ച് കയ്യിലെടുക്കണം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇന്ന് രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോണേ, എന്താ ഉപരോധത്തിനോ? ആ, ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ കാര്യം പറയേ? പപ്പ ഇവിടുന്ന് ഇറങ്ങുമ്പോ പപ്പ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, എന്നിട്ട് തീരുമാനിക്കും.